3 മാസം കൂടുമ്പോൾ 7.8 കോടി രൂപ പദ്ധതി പ്രകാരം കെൽട്രോണിന്റെ കരാറുകാരന് നൽകേണ്ടതുണ്ട്. ഇതുൾപ്പെടെ 11.6 കോടിയാണ് ഓരോ 3 മാസം കൂടുമ്പോഴും നൽകേണ്ടത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കി 6 മാസം കഴിഞ്ഞിട്ടും 1 രൂപ പോലും കെൽട്രോണിന് കിട്ടിയിട്ടില്ല. ഇതോടെ ചെല്ലാൻ തയ്യാറാക്കുന്നതിനടക്കം ദിവസവേതനത്തിനെടുത്തിരുന്ന ജോലിക്കാരെ കെൽട്രോൺ തിരികെ വിളിച്ചു. മാസം 15 ലക്ഷത്തിന് മുകളിൽ ചെല്ലാൻ സൃഷ്ടിച്ചയക്കണം. ഇതിന് തന്നെ 1 കോടിക്ക് മുകളിൽ ചെലവ് വരും. സർക്കാർ കരാർ പ്രകാരം നൽകേണ്ട തുക നൽകാതായതോടെ ചെല്ലാൻ അയക്കുന്നതും മുടങ്ങി. കൺട്രോൾ റൂമിലെ ജീവനക്കാരുടെ വേതനം, വൈദ്യുതി ചാർജ്, കണക്ടിവിറ്റി ചാർജ് ഇതെല്ലാം കെൽട്രോണിന്റെ ഉത്തരവാദിത്തമാണ്. ചെല്ലാൻ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വവും കെൽട്രോണിന് തന്നെ. എന്നാൽ കരാർ പ്രകാരം നൽകേണ്ടിയിരുന്ന തുക നൽകാതായതോടെ ഇതെല്ലാം പ്രതിസന്ധിയിലാണ്. കിട്ടാനുള്ള 2 ഗഡുക്കളിൽ ഒരെണ്ണമെങ്കിലും ലഭിച്ചാൽ പ്രതിസന്ധി കുറെ പരിഹരിക്കാമെന്നാണ് കെൽട്രോൺ പറയുന്നത്. പണം നൽകുന്നതിനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നാണ് സർക്കാർ വാദം. എന്നാൽ അത് ഇനിയും വൈകുമെന്ന് കണ്ടതോടെയാണ് പ്രതിഷേധമെന്ന തരത്തിൽ ജീവനക്കാരെ പിൻവലിച്ചും ചെല്ലാൻ അയക്കുന്നത് മുടക്കിയും കെൽട്രോൺ നടപടിയെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.